ഇടുക്കി വഴി ബാംഗ്ലൂരിലേക്കൊരു യാത്ര. അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു. വളഞ്ഞും പുളഞ്ഞുമുള്ള വഴികളിലൂടെയുള്ള യാത്ര യാത്രക്കാർക്ക് നൽകുന്നത് വീഗാലാൻഡിലെ യന്ത്രങ്ങളിലുള്ളതുപോലെയുള്ള അനുഭവങ്ങളായിരുന്നു. യാത്രാക്ഷീണവും വാളുവെക്കലുമൊക്കെ ഉണ്ടെങ്കിൽ പോലും പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ അതിമനോഹരമായിരുന്നു. കൊച്ചു കൊച്ചു കടകൾ, പച്ചപ്പുൽ മൈതാനങ്ങൾ, ആഹാ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ. ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് ചെറുതോണി പാലത്തിലൂടെയാണ്. പ്രളയത്തിന് തകർക്കാൻ കഴിയാത്ത പഴയ പാലത്തിന് മുകളിലൂടെ പണിത പുതിയ പാലമാണ് ഇത്. മഴക്കാലമായതിനാൽ ജലാശയങ്ങൾ നന്നായി കവിഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. സൈഡ് സീറ്റിലൂടെയുള്ള ദൃശ്യങ്ങൾ മനോഹരമാണെങ്കിലും വളവുകൾ തിരിയുമ്പോൾ സൈഡിൽ ഇരിക്കുന്ന ആളുടെ ഒരു സൈഡിന്റെ കാര്യത്തിലും തീരുമാനമാകും. ഈ കാട്ടിലെത്തുമ്പോഴാണ് ഫോണിലെ റേഞ്ച് നമ്മളെ വിട്ടുപോയി എന്ന സത്യം നാം മനസ്സിലാക്കുന്നത്. പുറത്ത് മഴ കൂടിയതോടെ ബസ്സിലെ ഓരോരോ ഷട്ടറുകളായി അടയാൻ തുടങ്ങി. ആകെ മൂടിക്കെട്ടിയ ഒരു യാത്ര. മഴയ്ക്ക് ശേഷമുള്ള പ്രകൃതിയും പയ്യെ വീശുന്ന തണുത്ത കാറ്റും ഏറെ ആശ്വാസകരമായിരുന്നു. നീണ്ട 5 മണിക്കൂറത്തെ യാത്രകൾക്ക് ശേഷം ഒടുവിൽ ആലുവ റെയിൽവേ സ്റ്റേഷനിലെത്തി. ആലുവ റെയിൽവേ സ്റ്റേഷൻ പതിവ് പോലെ ഏറെ തിരക്ക് നിറഞ്ഞതായിരുന്നു. അങ്ങനെ വിജനമായ റെയിൽ പാളങ്ങളിലേക്കും നോക്കി ട്രെയിൻ കാത്ത് ഒരേ നിൽപ്പ്. ട്രെയിൻ വന്ന സീറ്റ് നമ്പറും നോക്കി ചേരുമ്പോൾ അതാ വീണ്ടും സൈഡ് സീറ്റ്. അങ്ങനെ വീണ്ടും സൈഡ് സീറ്റിലെ ദൃശ്യങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരുന്നു. ട്രെയിനിൽ ആരോടെങ്കിലും മിണ്ടി പറഞ്ഞിരിക്കാന്ന് വിചാരിച്ചപ്പോൾ യോഗമില്ലമ്മണിയെ ആരും വന്നില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ചു. 12 മണിക്കൂറത്തെ ട്രെയിൻ യാത്രയ്ക്ക് ശേഷം ഒടുവിൽ ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനും പതിവ് പോലെ നല്ല തിരക്ക് നിറഞ്ഞതായിരുന്നു. എങ്ങോട്ടേക്കോ പോകുന്ന ഒരുപാട് ആൾക്കാർ. ഇനിയാണ് ഏറ്റവും വലിയ ദൗത്യം. നമ്മൾ ബുക്ക് ചെയ്ത ഊബർ കണ്ടുപിടിക്കുക. ഇവിടെയുണ്ട് അവിടെയുണ്ട് എന്നൊക്കെ ഊബർക്കാരനും നമ്മളും തമ്മിൽ പറയുമെങ്കിലും അത് എവിടെയാണെന്ന് കണ്ടുപിടിക്കുക വളരെ പ്രയാസമാണ്. ഊബർ കണ്ടെത്തി കഴിയുമ്പോൾ എന്തോ കീഴടക്കിയ വലിയൊരു സന്തോഷമാണ് മനസ്സിൽ. നീണ്ട 18 മണിക്കൂറത്തെ യാത്രക്കൊടുവിൽ ലക്ഷ്യസ്ഥാനത്തിലേക്ക്.